സെപ്റ്റംബർ 19 വ്യാഴാഴ്ച. ലൂക്ക 7:36 മുതൽ 50 വരെ വാക്യങ്ങൾ. 1886 പ്രസിദ്ധീകരിച്ച പ്രശസ്ത റഷ്യൻ എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയുടെ ഒരു ചെറുകഥയാണ് പശ്ചാത്താപം, അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്ന പാപി. പശ്ചാത്തപിക്കുന്ന ഒരു പാപി സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ശ്രമത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ കഥ വിശദീകരിക്കുന്നു. 70 വയസ്സ് പ്രായമുള്ള ഒരു പാപിയുടെ ആസന്നമായ മരണത്തോടെയാണ് കഥ ആരംഭിക്കുന്നത്. ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നല്ല പ്രവൃത്തി ചെയ്തിട്ടില്ല. തൻ്റെ അവസാന നിമിഷത്തിലെ വാക്കുകൾ മാത്രമാണ് അവൻ ദൈവത്തെ അഭിസംബോധന ചെയ്ത് ക്ഷമ ചോദിക്കുന്നത്. ആ മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് സ്വർഗത്തിൻ്റെ കവാടങ്ങൾക്ക് മുന്നിൽ വരുന്നു. പക്ഷേ അവ പൂട്ടിയിരിക്കുന്നു. അയാൾ ഗേറ്റിൽ മുട്ടുകയും തട്ടുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. അവസാനമായി കുറ്റാരോപിതൻ അത്തരമൊരു പാപിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് വിധിക്കുകയും അവൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളുടെ ഒരു ലിസ്റ്റ് വായിക്കുകയും ചെയ്യുന്നു. പാപിയായ മനുഷ്യൻ തന്നെ അകത്തേക്ക് വിടണമെന്ന് അപേക്ഷിക്കുന്നു. എന്നാൽ അത്തരമൊരു പാപിയെ അകത്ത് പ്രവേശിക്കാൻ അനുവദിക്കാൻ കഴിയില്ലെന്ന് പത്രോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ പത്രോസിൻ്റെ എല്ലാ പുണ്യത്തിനും നന്ദി പറയുന്നു. പക്ഷേ പത്രോസ് ക്രിസ്തുവിനെ നിഷേധിച്ചുകൊണ്ട് പാപം ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. എന്നിട്ടും ഈ പാപി ആ മനുഷ്യനകത്തേക്ക് കടത്തിവിട്ടില്ല. അയാൾ തൻ്റെ മുട്ടൽ തുടരുന്നു. വീണ്ടും കുറ്റാരോപിതൻ അവൻ്റെ പാപങ്ങളുടെ പട്ടികയിൽ കണ്ണോടിക്കുന്നു. ഇപ്പോൾ ദാവീദ് രാജാവ് അവിടെ രംഗത്ത് വന്ന് ഇത്തരത്തിലുള്ളൊരു പാപിയെ അകത്ത് അനുവദിക്കാനാവില്ല എന്ന് പറയുന്നു. ദാവീദ് എല്ലാ പുണ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ വ്യഭിചാരമെന്ന പാപം ചെയ്തല്ലോ എന്ന് ഈ പാപിയായ മനുഷ്യൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇതുകൊണ്ടൊന്നും രക്ഷയില്ല. ഇപ്പോഴും അവനെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. ആ മനുഷ്യൻ തൻ്റെ മുട്ടൽ തുടരുന്നു. ഇപ്പോൾ അപ്പോസ്തലനായ യോഹന്നാനാണ് രംഗത്ത്. എല്ലാവരുടെയും പശ്ചാത്താപം യോഹന്നാന് മനസ്സിലാകുമല്ലോ എന്ന് ഈ പാപിയായ മനുഷ്യൻ പറയുന്നു. അവസാനം പശ്ചാത്തപിച്ച ആ പാപിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇന്നത്തെ സുവിശേഷ വായനയിൽ നാം യേശുവിനെ കാണുന്നത് ഫരിസേയനായ ഒരു ശിമയോൻ്റെ വീട്ടിലാണ്. അവൻ യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഒരുപക്ഷെ യേശു ഒരു ജനപ്രിയ വ്യക്തിയായി മാറിയതുകൊണ്ടാകാം, അല്ലെങ്കിൽ യേശുവിൽ നിന്ന് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പഠിക്കാനാകാം, അല്ലെങ്കിൽ ഒരു വലിയ ഗുരു എന്ന നിലയിൽ യേശു തൻ്റെ വാസസ്ഥലത്ത് ഉണ്ടായിരിക്കുക എന്നത് ഒരു ബഹുമതിയായിട്ട് അയാൾ കണ്ടിരിക്കാം. ആ ഫരിസേയൻ്റെ വീട്ടിൽ പോലും യേശുവിനെ അനുഗമിച്ചവരിൽ ഒരാൾ പാപിയായൊരു സ്ത്രീയായിരുന്നു. അവൾ യേശുവിൻ്റെ പാദങ്ങൾ തുടയ്ക്കാൻ വില കൂടിയ എണ്ണ നിറഞ്ഞ ഒരു വെണ്ണക്കല്ല് ഭരണി കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് അവളും ഒരു ധനികയാണെന്ന് നമുക്ക് അനുമാനിക്കാം. അതുകൊണ്ടായിരിക്കാം അവൾക്ക് ഒരു പക്ഷേ അവൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത്. അതായത് അവർക്ക് പരസ്പരം അറിയാമായിരുന്നു. പക്ഷേ അവളൊരു പാപിയായിരുന്നുകൊണ്ട് ശിമയോൻ അവളെ ഒരു തരം പുച്ഛഭാവത്തോടെയാണ് നോക്കിയിരുന്നത്. നാം എല്ലാവരും ഈ ഫരിസേയനായ ശിമയോനെ പോലെയാണ്. നമ്മൾ മറ്റുള്ളവരെ നിന്ദിക്കുകയും പാപികളോ താഴ്ന്നവരോ ആയി കണക്കാക്കുകയും ചെയ്യാറില്ലേ? അങ്ങനെയുള്ളവരെ നമ്മൾ പലപ്പോഴും ഒഴിവാക്കുകയും ചെയ്യുന്നു. എന്നാൽ യേശു അങ്ങനെയല്ല. അവിടുന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അവൻ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്.
നാം ആത്മാർത്ഥമായി അനുദപിക്കുകയും അവൻ്റെ കാരുണ്യം തേടുകയും ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അവൻ ക്ഷമിക്കുന്നു. നമുക്ക് അവനിൽ ഒരു ചെറിയ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യേശു അത് വളരെയധികം വിലമതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമുക്ക് യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്കും ഭവനത്തിലേക്കും ക്ഷണിക്കാം. നാം അനുദപിക്കുകയും എല്ലാം അവന് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ സമാധാനത്തോടെ പോകുവാൻ പറയുന്ന യേശുവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. മറ്റുള്ളവരിൽ നിന്ന് നമ്മെ നയിക്കുന്ന പാപികളായിട്ടല്ല, പിന്നെയോ മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുന്ന വെളിച്ചമായി നാം യഥാർത്ഥത്തിൽ മാറുന്നതിന് നമ്മെ നിരന്തരം രൂപാന്തരപ്പെടുത്താൻ നമുക്ക് അവനോട് ആവശ്യപ്പെടാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.